കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സീസണിങ് ഓഫ് ടിമ്പറാണ്. സീസണിങ് എന്താണ് നമ്മൾ പഠിച്ചു, സീസണിങ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളതും പഠിച്ചു. അതായത് സീസണിങ്ങിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു, അതുപോലെ സീസണിങ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ സീസണിങ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, നാച്ചുറൽ സീസണിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ സീസണിങ്. നാച്ചുറൽ സീസണിങ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫിഗറുകൾ കാര്യങ്ങൾ നോട്ട് ചെയ്തു അല്ലേ. അതുപോലെ ആർട്ടിഫിഷ്യൽ സീസണിങ് എന്താണെന്നുള്ളത് നോക്കി, ആർട്ടിഫിഷ്യൽ സീസണിങ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുള്ളത് നോക്കി. ഏതൊക്കെ മെത്തേഡ്സ് ചൂസ് ചെയ്യുന്നത്? ബോയിലിങ്, കെമിക്കൽ സീസണിങ്, ഇലക്ട്രിക്കൽ സീസണിങ്, വാട്ടർ സീസണിങ്, കിൻ സീസണിങ് അല്ലേ. അല്ലേ, ഇതിൽ കിൻ സീസണിങ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. ബോയിലിംഗ് പഠിച്ചു, അതുപോലെ തന്നെ കെമിക്കൽ സീസണിങ് എന്താണെന്നുള്ളത് പഠിച്ചു, ഇലക്ട്രിക്കൽ സീസണിങ് എന്താണെന്നുള്ളത് പഠിച്ചു, വാട്ടർ സീസണിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് പഠിച്ചു, കിൻ സീസണിങ് അല്ലേ. കിൻ എങ്ങനെ ചെയ്യാം? കിൻ സീസണിങ് അത് ഇതിൻ്റെ അല്ല. ഞാൻ കിൻ സീസണിങ് എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക് എടുത്തു തന്നതാണ്. ഓക്കെ, അഞ്ചാമത്തെ ടൈപ്പ് സീസണിങ് ആണ് എന്ത്? കിൻ സീസണിങ്. നോക്കിയാലോ, നോക്കാം. കിൻ സീസണിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ആൻ എയർ ടൈറ്റ് ചാമ്പർ ഓർ ഓവൺ. എന്താ, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ചാമ്പർ അല്ലെങ്കിൽ ഓവൺ ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? കിൻ സീസണിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്രിക്കിൻ്റെ ബേണിങ്ങിൽ പഠിച്ചു. അതും എന്താണ്, കിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓവൺ ആണ് അല്ലേ. ചാമ്പർ അല്ലെങ്കിൽ ഒരു ഓവണിനെ പറയുന്ന പേരാണ് എന്ത്? കിൻ സീസണിങ്. അതായത് കിൻ എന്ന് പറയുന്നത് ഒരു ചാമ്പർ അല്ലെങ്കിൽ ഒരു ഓവനെ പറയുന്ന പേരാണ് കിൻ എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ സീസണിങ്ങിന് കിൻ സീസണിങ്ങിന് പേര് വരാനുള്ള കാരണം. നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ചാമ്പർ അല്ലെങ്കിൽ ഒരു ഓവൺ ആണ് നമ്മൾ കിൻ സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? The process of seasoning is as follows. ഫോളോയിങ് പ്രൊസീജിയറാണ് നമ്മൾ കിൻ സീസണിങ്ങിൽ ചെയ്യാൻ നോക്കാം. ദ ടിമ്പർ ഈസ് അറേഞ്ച്ഡ് ഇൻസൈഡ് ദി ചാമ്പർ സച്ച് ദാറ്റ് സ്പേസ് ആർ ലെഫ്റ്റ് ഫോർ ദി ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ കൊടുത്തുകൊണ്ട്, അതായത് ഫ്രീ സർക്കുലേഷൻ ഓഫ് എയറിന് ഫ്രീ ആയിട്ട് പാസേജ് കൊടുക്കാനുള്ള സ്ഥലം നമ്മൾ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യും? ആ ചാമ്പറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? വുഡ്സിനെ അറേഞ്ച് ചെയ്തിടാണ്. നമുക്ക് സീസണിങ് ചെയ്യേണ്ട വുഡിനെ അറേഞ്ച് ചെയ്തിടാണ്. സ്ക്രീൻ പോയോ? ഹലോ മാമിന്റെ വോളിയം അതെ. വോയിസ് മ്യൂട്ടായിട്ടാണല്ലോ ഉള്ളത്. ഹലോ, അപ്പോൾ എന്താ, അതായത് ആ ഓവണിൽ അല്ലെങ്കിൽ ആ ചേമ്പറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വുഡ്സിനെ അറേഞ്ച് ചെയ്തതാണ്. അതായത് നമുക്ക് ടിമ്പർ സീസണിങ് ചെയ്യേണ്ട ടിമ്പറിനെ ആ ചേമ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അറേഞ്ച് ചെയ്തിടാണ്. എങ്ങനെ? എയറിന് ഫ്രീ സർക്കുലേഷൻ, അതായത് എയർ ഫ്രീ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുകയാണ് അവിടെ. ഓക്കെ, നമ്മൾ നാച്ചുറൽ സീസണിങ്ങിൽ ചെയ്തില്ല. അതായത് എയറിന് കടക്കാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലെയർ ആയിട്ട് നമ്മൾ അവിടെ അതിനെ ടിമ്പറിനെ അവിടെ അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒരു ഓവൻ്റെ ഉള്ളിലാണ് എന്ന് മാത്രമുള്ള ഒരു പ്രത്യേകതയുള്ളൂ. ഓക്കെ, the air which is fully saturated with moisture and which is heated to a temperature about 35 degree Celsius to 38 degree Celsius. എത്ര ഡിഗ്രി സെൽഷ്യസാണ് വരുന്നത്? നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ടു 38 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആയോ? ആ ചേമ്പറിൻ്റെ ഉള്ളിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറാണ്. വാട്ടർ അല്ല, എന്താ കൊടുത്തിരിക്കുന്നത്?
മോയ്സ്ചർ കണ്ടൻറ്റ്, അതായത് വെള്ളമില്ല പക്ഷെ അവിടെ എന്തുണ്ട്, ആ ഓവണിൽ നിറയെ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ വീട്ടിലുള്ള ഓവണായാലും ശ്രദ്ധിക്കാം, വെള്ളം ഉണ്ടോ അതിൽ? ഇല്ല, പക്ഷെ എന്തുണ്ട്, മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ആ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ഓവണിൽ, അല്ലേ? അതുപോലെ തന്നെ ഒരു ഓവണാണ് ഇതും. നമ്മൾ വീട്ടിലുള്ള ഒരു ഓവൺ അസ്യൂം ചെയ്യാം, ആലോചിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ശേഷം ഈസ് ദെൻ ഫോഴ്സ്ഡ് ഇൻസൈഡ് ദി ചേംബർ ബൈ സ്യൂട്ടബിൾ അറേഞ്ച്മെൻറ്റ്സ്. നമ്മൾ ഇതുപോലെ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് എന്തും കൂടിയും കൊടുക്കും, പ്രഷറും കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കും. പ്രഷർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്താ? ഈസ് ദെൻ ഫോഴ്സ്ഡ് ഇൻസൈഡ് ദി ചേംബർ ബൈ സ്യൂട്ടബിൾ അറേഞ്ച്മെൻറ്റ്സ്. നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഫോഴ്സും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുന്നത്? ആ ചേംബറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്? വുഡ്സിനെ അറേഞ്ച് ചെയ്തിടും. അതായത് ഫ്രീ സർക്കുലേഷൻ ഓഫ് എയറിന് പാസ് ചെയ്യാൻ പാകത്തിന് വുഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടതിന് ശേഷം ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറാണ് അതിലുണ്ടാവുക. അവിടെ നമ്മൾ എത്ര ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും? എത്ര ഡിഗ്രി ടെമ്പറേച്ചറാണ് കൊടുക്കുക? 35 ഡിഗ്രി സെൽഷ്യസ് ടു 38 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടിയും കൊടുക്കും, ഫോഴ്സും കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിയർ ആണോ ഇവിടം വരെ? ഓക്കെ, അടുത്ത് നോക്കാം. ഈസ് ഫോഴ്സ്ഡ് എയർ ഈസ് അലൗഡ് ടു സർക്കുലേറ്റ് റൗണ്ട് ദ ടിമ്പർ പീസസ്. എന്താ ചെയ്യുന്നത്? ഈ പ്രഷറിൽ എന്ത് ചെയ്യും? ഈ ടിമ്പറിന് മൂവ്മെൻറ്റ്സ് സംഭവിക്കുകയാണ്. പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടിമ്പറിന് മൂവ്മെൻറ്റ്സ് സംഭവിക്കും. നമ്മൾ നാച്ചുറൽ സീസണിങ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് പച്ചാണെങ്കിൽ ആ ടിമ്പർ ഒന്ന് തിരിച്ചിടണമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്താണ്, പ്രഷറിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ ആ ടിമ്പറിന് മൂവ്മെൻറ്റ്സ് സംഭവിക്കും, അതായത് സർക്കുലേഷൻ സംഭവിക്കും. ക്ലിയർ? അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? അടുത്തത് നോക്കാം. as air is fully saturated with moisture, the evaporation from the surfaces of timber pieces is prevented. എന്താ പറഞ്ഞേക്കണേ? എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള എയർ ആണ് അവിടെ നിൽക്കുന്നത്. ദെൻ ദ മോയ്സ്ചർ, ദ ഇവോപ്പറേഷൻ ഫ്രം ദി സർഫസ് ഓഫ് ടിമ്പർ പീസസ് ഈസ് പ്രിവെൻറ്റഡ്. അതായത് ടിമ്പർ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവോപ്പറേഷൻ സംഭവിക്കും. എന്ത് ഇവോപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ടിമ്പറിലുള്ള എന്താ ബാഷ്പീകരണം, അതായത് ടിമ്പറിലുള്ള വാട്ടറിന്റെ കണ്ടന്റ് എന്തായിട്ട് പോവും? അതായത് മോയ്സ്ചറായിട്ട് പുറത്ത് തള്ളുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ? ഇവോപ്പറേഷൻ എന്ന് പറയാ, അല്ലേ? അതായത് നീരാവിയായിട്ട് പോവാ, ആവിയായിട്ട്. അതായത് ഒരു വെള്ളം തിളപ്പിക്കുന്നു, അത് തിളച്ചിട്ട് എന്ത് സംഭവിക്കുകയാണ്? ബാഷ്പീകരണം സംഭവിച്ച് നീരാവിയായിട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ ഈ ടിമ്പറിൻ്റെ ഈ ചൂടാക്കുന്ന സമയത്ത് ടിമ്പറിലുള്ള മോയ്സ്ചർ എന്ത് സംഭവിച്ചിട്ട് പോവും? ഇവോപ്പറേഷൻ സംഭവിക്കണം. പക്ഷേ ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സംഭവിക്കുന്നില്ല. മനസ്സിലായോ? അതായത് ആ സാച്ചുറേഷൻ അല്ല, ഇവോപ്പറേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മോയ്സ്ചർ, ഫുള്ളി പ്രഷർ കൊടുത്തിട്ട് നിൽക്കുന്ന മോയ്സ്ചർ. ഓക്കെ, ബാഷ്പീകരണം സംഭവിക്കുന്നില്ല. ക്ലിയർ ആയോ? അതായത് എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ ചുറ്റും നിൽക്കുമല്ലേ, അതുകൊണ്ട് തന്നെ ഇവോപ്പറേഷൻ അവിടെ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താ? തടഞ്ഞിരുത്താം. ഓക്കെ, ബ്ലോക്ക് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. നോക്കുക, ദ ഹീറ്റ് ഗ്രാജ്വലി റീച്ചസ് ഇൻസൈഡ് ദി ടിമ്പർ പീസസ്. ഇതുകൊണ്ട് തന്നെ ആ ഹീറ്റ് എല്ലാ ടിമ്പർ പീസസിലേക്കും എത്തും. ഓക്കെ, ദി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് നൗ ഗ്രാജ്വലി റിസീവ്ഡ്. അതായത് അതിൻ്റെ ഉള്ളിലെ ഹ്യൂമിഡിറ്റി എല്ലാ ടിമ്പർ പീസസിലേക്കും എത്താണ്. എന്തുള്ളത് കൊണ്ട് ഇവോപ്പറേഷൻ നടക്കുന്നില്ല, മൊത്തം ടിമ്പറിലേക്ക് എന്ത് സംഭവിക്കുകയാണ്? അവിടെയുള്ള ഹീറ്റ് എല്ലാ ടിമ്പറിലേക്കും, ഒരുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ടിമ്പറിലേക്കും
ഒരേപോലെ അറ്റ് എ ടൈം ഒരേ ഡിഗ്രി സെൽഷ്യസ് എത്താണ് ചെയ്യുന്നത്. അത് ടിമ്പർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റീസ്. അതായത് അവിടെ ചുറ്റുമുള്ള ഹ്യൂമിഡിറ്റി, അതായത് ആ ഓവൻ്റെ ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റി എന്തിലേക്ക് എത്താണ്? ഈസ് നൗ ഗ്രാജുവലി റിസീവ്ഡ്. അത് ആര് റിസീവ് ചെയ്യുന്നുണ്ട്? ടിമ്പർ റിസീവ് ചെയ്യാണ്. ഓക്കെ, ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് നൗ ഗ്രാജുവലി റിസീവ്ഡ്. ടിമ്പർ ആ ഹ്യൂമിഡിറ്റീനെ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ടെമ്പറേച്ചർ ഈസ് ദെൻ റേസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ ടിൽ ദ ഡിസൈർഡ് ഡിഗ്രി ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് അറ്റൈൻഡ്. എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഈസ് ദെൻ റേസ്ഡ്, അതായത് കൂടാണ്. ടെമ്പറേച്ചർ ഇങ്ങനെ ഇരുന്ന് കൂടും അല്ലേ? നമ്മൾ കൊടുക്കുന്ന ഡിഗ്രി സെൽഷ്യസ് അനുസരിച്ച് ആ ഓവൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് മെയിൻറ്റെയിൻഡ് ടിൽ ദ ഡിസൈർഡ് ഡിഗ്രി ഓഫ് മോയ്സ്ചർ. നമുക്ക് വേണ്ട ഡിഗ്രി സെൽഷ്യസിൽ അതെത്താണ്. വേണ്ട ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുക്കുന്ന ഡിഗ്രി പറയും 35 ഡിഗ്രി സെൽഷ്യസ് ടു 38 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വുഡിലെ മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ എന്ത് സംഭവിക്കും? പോവും, ബാഷ്പീകരിച്ച് പോവും. ഓക്കെ, ഇങ്ങനെ ബാഷ്പീകരണം സംഭവിച്ചിട്ടാണ് ആ വുഡിന് എന്ത് സംഭവിക്കുന്നത്? ഗുഡ് സീസണിങ് ആവുന്നത്, വുഡ് സീസണിങ്ങിലേക്ക് എത്തുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫിഗർ നോക്കുക. കണ്ടോ? ഇതാണ് ആ ഓവൻ. കണ്ടോ? ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതാണ് വുഡ്. രണ്ട് സൈഡിൽ വുഡ് അറേഞ്ച് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ ഫിഗർ കണ്ടപ്പോൾ? ആ, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രഷ് എയർ ഇൻലെറ്റ് ഡക്റ്റ്. എന്താ അത്? എയറിന് ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ളൊരു പാസേജ് വേ. അതായത് ബാഷ്പീകരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് എയർ സർക്കുലേഷൻ വേണ്ടേ? ബാഷ്പീകരണം സംഭവിക്കുന്ന സമയത്ത് നീരാവിക്ക് പുറത്തു പോകണ്ടേ? ആ, അപ്പം അതുപോലെ തന്നെ ഉള്ളിലേക്കും, അതായത് ആ ഓവൻ്റെ ഉള്ളിലേക്കും എയർ പാസേജ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേയാണ് എന്ത്? ഇത് കണ്ടോ? ഫ്രഷ് എയർ ഇൻലെറ്റ് ഡക്റ്റ്. ക്ലിയർ? ഇവിടെ നമ്മൾ ഹീറ്റിംഗ് കോയിൽ, അതായത് ഹീറ്റിംഗ് നമുക്ക് കൊടുക്കണം, ടെമ്പറേച്ചർ ഇത്ര ഡിഗ്രിയിൽ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കോയിൽ. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു ഡയമെൻഷനിങ് അവർ കൊടുത്തിട്ടുണ്ട്. 2700 അതുപോലെ 2750. 2700 അതുപോലെ തന്നെ ഒരു 2750 അതിൻ്റെ ഹൈറ്റും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ചേംബർ വരുന്നത്. ക്ലിയർ ആയോ? 2.7 മീറ്റർ ആയിരിക്കും അല്ലേ? ആ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വേറെ ആരും പറയുന്നില്ലല്ലോ. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഫുള്ളി സീസണിങ് ചെയ്യണതിൻ്റെ പ്രോസസ്സ് ചോദിക്കില്ല, ഏതെങ്കിലും ഒരു സീസണിങ്ങേ ചോദിക്കുള്ളൂ. ചിലപ്പോൾ നാച്ചുറൽ സീസണിങ് എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സീസണിങ് ചോദിക്കും, അതാ ചോദിക്കുക. അല്ലെങ്കിൽ വാട്ടർ സീസണിങ് എങ്ങനെ ചെയ്യുക. തിൻ സീസണിങ് ചോദിച്ചു കഴിഞ്ഞ് ഇത് റഫായിട്ട് നിങ്ങൾ വരയ്ക്കുക. അതായത് കറക്റ്റ് ഇതേ സൈസിലും അതുപോലെ ഇതേ കറക്റ്റ് സ്പെക്ക് കിട്ടിയില്ലെങ്കിലും റഫായിട്ട് വരയ്ക്കാൻ നോക്കുക. ഇതാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏത് ക്വസ്റ്റ്യനിലാണെങ്കിലും റഫായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. മനസ്സിലായോ? എപ്പോഴും ഫിഗറുകൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്, അതായത് ഫിഗറുകൾ വരച്ചിട്ടാണ് നിങ്ങൾ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് മാർക്ക് അവർ കൂടുതൽ തരും. അതേത് സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ്, അതായത് തിയറി സബ്ജക്റ്റിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഫിഗറുകൾ വരച്ചിട്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അതിലൊരു ധാരണയുണ്ട് എന്താണ് സാധനം. നിങ്ങൾ എഴുതി വെച്ചതിൽ തെറ്റാണെങ്കിൽ കൂടി ഈ ഫിഗറിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. മനസ്സിലായോ? നമ്മൾ എഴുതുന്ന ഒരു സെൻറ്റൻസിൽ ഏതെങ്കിലും ഒരു വേർഡ് തെറ്റി എന്തെങ്കിലും മീനിങ് മാറി വന്നാലും ഫിഗർ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മാർക്ക് തരും. ഓക്കെ, അതുകൊണ്ടാണ് ഫിഗർ വരയ്ക്കാൻ പറയുന്നത്. നിങ്ങൾ എഴുതുന്ന സെൻറ്റൻസിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാലും
ഫിഗർ ഉണ്ടെങ്കിൽ അവരത് വിട്ടുകളയും. ഓക്കെ, അപ്പം ഇതാണ് കിൻ സീസണിങ്ങിൻ്റെ ഫിഗർ വരുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത യൂസസ് ഓഫ് ടിമ്പർ. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്കാണ്, പക്ഷേ കിൻ സീസണിങ് എടുക്കാനായിട്ട് ടൈം വേണ്ടതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് തന്നേ ഉള്ളൂ. ഒന്നുകൊണ്ട് എടുത്തു തരാം കഴിഞ്ഞ ക്ലാസ്സിലില്ലാത്തവർക്ക്. യൂസസ് ഓഫ് ടിമ്പർ, നമ്മൾ ടിമ്പർ എന്തിനു വേണ്ടി വയ്ക്കുക, യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിംസ്. ഡോറിൻ്റെയും വിൻഡോൻ്റെയും ഫ്രെയിമുകൾ ചെയ്യാനായിട്ട് കണ്ടിട്ടില്ലേ, കട്ടളകളൊക്കെ ആദ്യമൊക്കെയാണ്, ഇപ്പോൾ സ്റ്റീലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷട്ടേഴ്സ് ഓഫ് ഡോർ ആൻഡ് വിൻഡോ, ഷട്ടറുകൾ. എന്താ ഷട്ടറുകൾ? അതായത് പാനലുകൾ പറയും അല്ലേ. പാനൽ എന്ന് അതിനെ പറയാം. ആ പാനൽ മൊത്തത്തിലുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഷട്ടർ എന്ന് പറയുക. കടയുടെ ഷട്ടർ അറിയില്ലേ, അത് റോളിംഗ് ഷട്ടറാണ്. നമ്മുടെ ഡോറിൻ്റെ, അതായത് ഡോർ ഫ്രെയിമിൻ്റെ ഉള്ളിലിരിക്കുന്ന മൊത്തം പോർഷൻ നമ്മൾ ഷട്ടർ എന്ന് പറയാം. ഓക്കെ, ഡോറിൻ്റെ എന്താ, റോളിംഗ് ഷട്ടർ, അതായത് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മെറ്റീരിയൽ പേരാണ് സ്റ്റീല്. അതിൻ്റെ ടെക്നിക്കലി പറയുന്ന അതിൻ്റെ പേര് റോളിംഗ് ഷട്ടർ എന്നാണ്. അതായത് റോൾ ചെയ്ത് മുകളിലിരിക്കുക അല്ലേ. അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ റോൾ ചെയ്ത് മുകളിലിരിക്കുകയല്ലേ ചെയ്യുക. അതിന് റോളിംഗ് ഷട്ടർ എന്നാ പറയുക. ഓരോ ഡോറിനും ഓരോ പേര് പറയും. സ്വിംഗ് ഡോറ്, അതുപോലെ കൊളാപ്സിബിൾ ഡോറ്, റോളിംഗ് ഷട്ടർ ഡോറ്, റിവോൾവിംഗ് ഡോറ്, അങ്ങനെ കുറേ ഡോറുകളുണ്ട്. അതിൽ റോളിംഗ് ഷട്ടർ, നമ്മൾ ഷോപ്പുകളുടെയൊക്കെ ഷട്ടറുകൾ കണ്ടിട്ടില്ലേ, അതിന് റോളിംഗ് ഷട്ടർ എന്നാണ് പറയുക. റോൾ ചെയ്യാൻ പറ്റുന്ന ഷട്ടർ. നോർമലി ഷട്ടർ എന്ന് പറയാം ഡോറിൻ്റെയും വിൻഡോൻ്റെയും ഫ്രെയിമില്ലേ, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ആ പോർഷനില്ലേ, നമ്മൾ ഡോർ എന്നാണ് നോർമലി പറയുക, പക്ഷേ അതിനെ ഫുള്ളി പറയാം ഷട്ടേഴ്സ് എന്നാണ്. സ്ക്രീൻ പോയോ? ഉണ്ടല്ലോ. അതായത് ഡോർ ഫ്രെയിമിൻ്റെയും വിൻഡോൻ്റെയും ഫ്രെയിമിൻ്റെ ഉള്ളിലിരിക്കുന്ന പോർഷന് നമ്മൾ എന്താ പറയുക, ഷട്ടേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അതുപോലെ തന്നെ റൂഫിംഗ് മെറ്റീരിയൽസ്. റൂഫിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഓടൊക്കെ പണിയാറായിട്ട് അല്ലേ. ഓടിൻ്റെ റൂഫ് വയ്ക്കുമ്പോൾ ടിമ്പർ യൂസ് ചെയ്യുന്നില്ലേ. ഇപ്പോഴും എല്ലാവരും സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്, അയേണും അല്ലേ. ഗാൽവനൈസ്ഡ് പൈപ്പൊക്കെ, GP-യുടെ പൈപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. GI ആദ്യമൊക്കെ എന്ത് യൂസ് ചെയ്തിരുന്നു, ടിമ്പർ യൂസ് ചെയ്തിരുന്നു. കഴിക്കോല്, പട്ടിക കേട്ടിട്ടില്ലേ. ആ, അതായത് നമ്മൾ യൂസസ് പറയുമ്പോൾ അതൊക്കെ പറയണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫോം വർക്ക്, സിമെൻറ്റ്, കോൺക്രീറ്റ്. ഇപ്പോഴും ഫോം വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടിമ്പർ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്, തട്ടടിക്കാൻ അല്ലേ. അതെ, ആ. അപ്പോൾ ഫോം വർക്ക്, അതായത് കോൺക്രീറ്റിൻ്റെ ഫോം വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടിമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ, സെൻറ്ററിങ് ഓഫ് ആർച്ചസ് ചെയ്യുമ്പോഴും ടിമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കഫോൾഡിങ്സ്. എന്താ സ്കഫോൾഡിങ്സ്, നമ്മൾ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്താത്ത സ്ഥലങ്ങളിൽ കയറി നിൽക്കാൻ വേണ്ടി സ്കഫോൾഡിങ്സ് ചെയ്യും അല്ലേ. അതിന് മലയാളത്തിൽ എന്താ പറയുക, എന്താ, അതായത് ഓരോ സ്ഥലത്തും ഓരോന്ന് പറയാ. നമ്മള് സ്കഫോൾഡിങ്സ് എന്നാണ് പറയാ കേട്ടോ. സ്കഫോൾഡിങ് വേണം പറയാനായിട്ട്. സ്ക്രീൻ പോയോ? സ്കഫോൾഡിങ്സ് എക്സെട്ര. അടുത്ത നോക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫർണിച്ചർ. ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ട് ടിമ്പർ യൂസ് ചെയ്യുന്നില്ലേ, ഫർണിച്ചേഴ്സ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാ വുഡ് വെച്ച് ചെയ്യുന്നേ, എന്താ ഉണ്ടല്ലോ, സ്ക്രീൻ ഉണ്ടല്ലോ. എന്താ
കൽപ്പ ആ കൽപ്പ പിന്നെ ഇപ്പോഴും വുഡിന്റെ കുറവാണല്ലേ? ആ ചക്രം ചക്രം. ആ അപ്പോൾ അതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ വുഡ് വെച്ചിട്ടുണ്ടാക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമുക്ക് വുഡിൻ്റെ എന്ത് വരുന്നത്? വുഡിൻ്റെ പോർഷൻ വരുന്നത്. വുഡ് തീർന്നു. ഓക്കെ. ക്ലീൻ സീസണിങ്ങിന്റെ ഒരു ബ്രീഫ് ആയിട്ട് പറയോ? എന്താ സീസണിന്റെ ഫിഗറോ? കാണിക്കാം. ദിസ് കണ്ടോ? എന്താ മേഡം ആ നോട്ട്സ് എഴുതാൻ വേണ്ടി PDF തരുന്നുണ്ടല്ലോ, അപ്പൊ അതില് ഈ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടാവോ? ഉണ്ടല്ലോ. ഇതിപ്പോ ക്ലാസ് എടുത്തിട്ടേ ഉള്ളൂ. ഇത് ഇന്നത്തെ ക്ലാസ്സിൽ അയക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. നോട്ട്സ് നോക്കാറില്ല? അപ്പോൾ നോട്ട്സിൽ എല്ലാ ഫിഗറും, ഞാൻ ക്ലാസ്സിൽ എടുക്കുന്ന എല്ലാ ഫിഗറും നിങ്ങൾക്ക് അയച്ചു തരുന്ന നോട്ട്സിൽ ഉണ്ടാവാറുണ്ടല്ലോ. അതായത് ഞാൻ അയച്ചു തരുന്ന നോട്ടിലെല്ലാം ഉണ്ട്. ഓക്കെ, ഇതാണ് ഫിഗർ വരുന്നത്. ക്ലിയർ അല്ലേ? പോയോ സ്ക്രീൻ? ഞാൻ ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം കേട്ടോ. ഓക്കെ. സ്ക്രീൻ ഷെയറിംഗ് അല്ലേ? സ്ക്രീൻ ഷെയറിംഗ് അല്ലേ? എക്കോ.
സ്ക്രീൻ ഷെയറിംഗ് അല്ലേ ഇപ്പോൾ? സീസണിങ് ഓഫ് ടിമ്പർ കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി ടിമ്പറിൻ്റെ പോർഷൻ അവസാനിക്കുകയാണ് കേട്ടോ. ടിമ്പറിൽ ഏതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ടിമ്പറിൽ ഏതൊക്കെ പോർഷൻസ് പഠിച്ചേ? സീസണിങ് പഠിച്ചു. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാ പഠിച്ചേ? അടുത്ത എന്താണ് പഠിക്കാൻ പോകുന്നത്? അല്ല, ടിമ്പറിൻ്റെ എന്തൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ. സീസണിങ് പഠിച്ചു, അതുപോലെ തന്നെ പ്രോഡക്ട്സ് പഠിച്ചു അല്ലേ? പിന്നെ ഡിഫക്ട്സ് പഠിച്ചു, സീസണിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, വുഡിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അതെ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഏതാണ്? സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ല. ഫോട്ടോ പോയി, ഒന്നുമില്ല. ഹലോ, ലെഫ്റ്റ് അടിച്ചു പോയി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. വൈഫൈ ഒന്ന് കണക്ട് ആവുന്നു. ഒരു ചെറിയ ബ്രീഫ് ആയിട്ടൊന്ന് പറയണേ ലാസ്റ്റ്. എന്തിൻ്റെയാ? കിൻ സീസണിങ് നമ്മൾ ചെയ്യുന്നത് ഒരു ഓവൺ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഓവൺ, മൈക്രോ ഓവൻ പോലത്തുള്ളതോ? അതെ, ഓവൺ. അതായത് ഓവൺ അല്ലെങ്കിൽ ഒരു ചേമ്പർ, അതാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്ന ഓവൻ്റെ ഉള്ളിൽ? നമ്മൾ പ്രഷർ കടത്തി വിടുക. അതായത് ഓവൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വുഡിനെ അറേഞ്ച് ചെയ്തിടാണ്. വുഡിനെ അറേഞ്ച് ചെയ്തിടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നാച്ചുറൽ സീസണിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വുഡ്സിനെ അറേഞ്ച് ചെയ്തിടും. അതായത് എയർ കടക്കുന്ന പാകത്തിൽ നമ്മൾ ഈ വുഡിനെ ഓവൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിടാണ് ചെയ്യുന്നത്. ആ ഫിഗർ കാണിച്ചില്ലേ? അതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്തിടും. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടതിന് ശേഷം എന്ത് ചെയ്യും? ഒരു ടെമ്പറേച്ചർ കൊടുക്കുകയാണ്. ഏതാണ് ടെമ്പറേച്ചർ? 35 ഡിഗ്രി സെൽഷ്യസ് ടു 38 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. അതിനുശേഷം അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു പ്രഷറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതെ, ആ ടെമ്പറേച്ചറിനൊപ്പം ഒരു പ്രഷറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അങ്ങനെയാണ് എന്താവുന്നത്? ടിമ്പർ സീസണിങ് ആവുന്നത്. ആ ടെമ്പറേച്ചറിലാണ് ടിമ്പർ സീസണിങ് ചെയ്യുന്നത്. ക്ലിയർ? സ്ക്രീൻ കാണുന്നുണ്ടോ? എന്താ?
കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന മെറ്റീരിയലാണ് എന്ത്? ലൈം. എന്താ ലൈം? ലൈം എന്താണെന്ന് അറിയോ? ലൈം എന്താണ്? കാൽസ്യം കാർബണേറ്റ്. ആ, നോക്കാം ലൈം എന്താണെന്ന് നോക്കാം. ലൈം ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കാൽസ്യം കാർബണേറ്റ് ഇൻ ദി ഫോം ഓഫ് ലൈം സ്റ്റോൺ. ലൈം എങ്ങനെയാണ്? എന്തിൻ്റെ ഫോമുല? ലൈം സ്റ്റോൺ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ പേരെന്താണ് ശരിക്കും? ലൈം സ്റ്റോണിൻ്റെ കെമിക്കൽ ഫോർമുല, കെമിക്കൽ നെയിം കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം കാർബണേറ്റിനാണ് നമ്മൾ എന്ത് പറയുക? ലൈം എന്ന് പറയുക. അത് നമുക്ക് ശരിക്കും ലൈം സ്റ്റോണിൻ്റെ ഫോമിലാണ് നമ്മുടെ കയ്യിലുണ്ടാവുക, നമുക്ക് കിട്ടുക. ചുണ്ണാമ്പ് കല്ല് അല്ലേ? ചുണ്ണാമ്പ് മലയാളത്തിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. സീഷെൽസ്, കോറൽ, കാങ്കർ എക്സിട്ര. സീഷെൽസ് കണ്ടിട്ടില്ലേ? കക്കയുടെ ഷെല്ലുകൾ കടലിലെ, അതൊക്കെ ചൂടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ, ഇപ്പോഴില്ല. ആദ്യകാലത്ത് നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ടാവും. ചുണ്ണാമ്പ് ഇങ്ങനെ വെള്ളത്തിൽ ചൂടാക്കിയിട്ട് അത് യൂസ് ചെയ്യുന്നത്. ആദ്യം മറ്റേ വൈറ്റ് വാഷിങ്ങിനൊക്കെ യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ട് അല്ലേ? സീഷെൽസ് ഒക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതെന്ത് ചെയ്യാണ്? ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം എന്താ? ആ, അതന്നെ അതന്നെ. അതിന്റെ ഷെല്ലുകള് എന്തിനു വേണ്ടിട്ടാ? ആ, അതുപോലെ ആദ്യകാലത്ത് ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് വൈറ്റ് വാഷിങ്ങിനൊക്കെ യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചുണ്ണാമ്പ് എന്താ ഇപ്പൊ നമുക്ക് അത് നമുക്കൊരു പാക്കറ്റിൽ കിട്ടും. ഒരു ഇത്ര കിലോ എന്ന് പറഞ്ഞൊരു ഇതിൽ കിട്ടും ഈ സീഷെൽസ് എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മൾ ഈ ഇവിടെയൊക്കെ ഇടും. ആ, ചുണ്ണാമ്പ് കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യും. അതുപോലെ ഈ വളമായിട്ടൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? മണ്ണ്, അതായത് നിലം ഒരുക്കുന്ന സമയത്ത് ഇതിടും, ഇതിന്റെ പൊടി. ആ, അതായത് കൂടുതൽ ആസിഡിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിട്ട്, അതായത് ആസിഡിന്റെ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ മണ്ണിൽ ആസിഡിന്റെ കണ്ടന്റ് കൂടുതൽ ഉണ്ടെങ്കിൽ, അതായത് കൂടുതലുള്ള സാഹചര്യത്തിലാണെങ്കിൽ അത് നമ്മൾ ഇടും ആസിഡിന്റെ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇതെന്താണ്? ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് അമ്ലാണ് അല്ലേ? ആൽക്കലിയാണ്. അപ്പോൾ ആസിഡിന്റെ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതായത് അത് രണ്ടും കൂടി സെയിം ലെവലിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആൽക്കലി ആയിട്ടുള്ള ലൈം സ്റ്റോൺ യൂസ് ചെയ്ത് കൊടുക്കും. ആസിഡ് കൂടുതലുള്ള സ്ഥലത്ത് നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും പറ്റില്ല അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടി ഒരേ സെയിം ലെവലിലാവാൻ വേണ്ടിയിട്ട് ഈ ആൽക്കലി, അതായത് ആൽക്കലീനെ മലയാളത്തിൽ പറയാം എന്താ? ആസിഡും അമ്ലം അല്ലേ? അമ്ലം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈം സ്റ്റോൺ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, എന്താ? ക്യുക്ക് ലൈം ഈസ് നോട്ട് എ സ്റ്റേബിൾ പ്രൊഡക്റ്റ്. എന്താ ക്യുക്ക് ലൈം? ഈ ലൈമിൽ തന്നെ വരുന്നതാണ് എന്ത്? ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. അതെന്താണ്? അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. അതിനെപ്പോഴും ക്യുക്ക് ലൈം ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് എക്സ്പോസ്ഡ് ടു എയർ, എയറിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് ക്യുക്ക് ലൈം എയറിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? എക്സ്പോസ്ഡ് ടു എയർ, ഇറ്റ് അബ്സോർബ്സ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ ആൻഡ് റിവെറ്റ് ബാക്ക് ടു കാർബണേറ്റ്. എന്താണ്? ഈ ക്യുക്ക് ലൈം എയറായിട്ട് റിയാക്ട് ചെയ്യും. എയറായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യണം? എയറിലെ കാർബൺ ഡയോക്സൈഡ്, എയറിലെ എന്താ
ക്യുക്ലൈമിന്റെ മലയാളം എന്താണ്? ക്യുക്ലൈമിനെ അങ്ങനെ തന്നെയാണ് പറയുക. അതായത് ഒരു ചെറിയ വേരിയേഷൻ ഉള്ളത് ക്യുക്ലൈം ഉണ്ട്, ഹൈഡ്രോളിക് ലൈം ഉണ്ട്. അതായത് ഹൈഡ്രോളിക് ലൈം എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത്. അത് നമ്മൾ ടൈപ്സ് പഠിക്കുന്നുണ്ട്, അതിൽ പറയാം കേട്ടോ. അതായത് ഈ ക്യുക്ലൈം എയറിൽ എന്താ മേഡം ഈ ലൈം ശരിക്കും ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് സബ്ജക്റ്റ്? മീൻസ് ഈ പറയുന്ന ലൈം ഇല്ലേ, ലൈം നമ്മൾ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് സിമെൻറ്റ് എങ്ങനെയാണോ യൂസ് ചെയ്യാറ് അതിന് പകരമായിട്ട് നമ്മൾ ലൈം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോഴല്ല, ആദ്യം. ഓക്കെ, എന്താ അതായത് ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്, കുമ്മായം തന്നെ. അതായത് കുമ്മായത്തിന്റെ വേറൊരു വേർഷൻ. അത് ഒരേ ഒരു ഇതിലാണ്, ചെറിയ ചെറിയ വേരിയേഷൻസിൽ അതിന്റെ പേരുകൾ മാറുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്യുക്ലൈം നമ്മൾ എയറിൽ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എയറായിട്ട് റിയാക്ട് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞൊരു ആൽക്കലിയാണ് എന്ത് ഈ ലൈം എന്ന് പറയുന്നത്, അതായത് ചുണ്ണാമ്പ് കല്ല് അല്ലേ. നമ്മൾ നോർമലായിട്ടുള്ള ചുണ്ണാമ്പ് നമ്മൾ പുറത്തിങ്ങനെ തുറന്ന് വെക്കുമ്പോൾ അതെന്ത് സംഭവിക്കും? വെള്ളമാവുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് കൂടുതൽ ലിക്വിഡിൻ്റെ ഫോമിലേക്ക് ആവാൻ തുടങ്ങും അത്, അല്ലേ? അതുപോലെ തന്നെയാണ് ക്യുക്ലൈം എയറായിട്ട് റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എയറിൽ എന്തായിട്ട് റിയാക്ട് ചെയ്യണ? കാർബൺ ഡയോക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് അതെന്താവും? കാർബണേറ്റിൻ്റെ ഫോമിലായിരിക്കും. അതെന്താവും? കാൽസ്യം കാർബണേറ്റ് എന്താവും? കാർബണേറ്റ് ആയിട്ട് മാറും. ഹെൻസ് ക്യുക്ലൈം ഷുഡ് ബി സ്ലേക്കഡ് ടു കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതായത് അതെന്താവും? സ്ലേക്ക് ആവാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അലിയ മെൽറ്റ് ആവുക, സ്ലേക്കഡ് ആവുക. അതായത് ഒരു മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് വന്ന് അതിങ്ങനെ കുറച്ച് കൺസിസ്റ്റൻസിയിൽ വന്ന് അതൊരു കുറച്ചൊരു പേസ്റ്റ് പോലത്തെ ഫോമിലാവുക. അതാണ് സ്ലേക്കഡ് എന്ന് പറയുക, ഒരു പേസ്റ്റ് പോലത്തെ ഒരു ഫോം. ഓക്കെ, അത് സ്ലേക്കഡ് ആയിട്ടുള്ള ലൈമിനെ പറയുന്ന പേരെന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്താ? എയറായിട്ട് റിയാക്ട് ചെയ്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ക്യുക്ലൈം എന്തായിട്ട് മാറും? സ്ലേക്കഡ് ലൈം. ആ, അത് അതിൻ്റെ റിയാക്ഷൻ അങ്ങനെയാണ്. അതായത് കാൽസ്യം കാർബണേറ്റ്, ഇതെന്താണ് ഇവിടെ നമ്മുടെ ഉള്ള ലൈം? കാൽസ്യം കാർബണേറ്റ് ആണ്. കാർബണേറ്റ് എന്തായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? എയർ അല്ലേ? കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്, അല്ലേ? കാർബണും ഉണ്ട്, അവിടെ ഓക്സിജനും ഉണ്ട്. നമ്മൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് ആണ്, അതിൽ കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതവിടെ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട് എയറിൽ, അല്ലേ? അതാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അതായിട്ട് ഫോം ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കാൽസ്യവും ഓക്സൈഡായിട്ട് ഫോം ചെയ്യുമ്പോഴാണ് ഹൈഡ്രോക്സൈഡ് ആവുന്നത്. ഓക്കെ, കാൽസ്യവും ഓക്സൈഡും ഹൈഡ്രോക്സൈഡായിട്ട് മാറുന്നത്. അത് ശരിക്കും അതിൻ്റെ അത് ഹൈഡ്രജൻ തന്നെ വേണമെന്നില്ല. രണ്ട് വാതകങ്ങൾ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? ഹൈഡ്രജൻ ഉണ്ടായാൽ മാത്രമേ അവിടെ ഹൈഡ്രജൻ ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. രണ്ട് ഗ്യാസുകൾ തമ്മിൽ ജോയിൻ ചെയ്യണ സമയത്ത് അവിടെ റിയാക്ഷൻസ് സംഭവിച്ച് ഹൈഡ്രജൻ ആയിരിക്കാം, ചിലപ്പോൾ ഹീലിയം ആയിരിക്കാം, ചിലപ്പോൾ നൈട്രജൻ ആയിരിക്കാം ഉണ്ടാവാം. അതിന് നൈട്രജൻ തന്നെ റിയാക്ട് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? അതായത് ഞാൻ അതിൻ്റെ കെമിക്കൽ ഫോർമുല കിട്ടുകയാണെങ്കിൽ അയച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം PDF കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് എന്താ? ആ, ഇത് റിയാക്ഷൻ കെമിസ്ട്രി ആണ്.
നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് അതെങ്ങനെയാണ് സ്ലേക്കഡ് ലൈം ആവണേന്നുള്ളൂ. എയറായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ എയറിൽ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്തായിരിക്കും കാൽസ്യം ഹൈഡ്രോക്സൈഡായിട്ട് മാറുന്നു. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിന് പറയുന്നതാണ് സ്ലേക്കഡ്, അതായത് ഹൈഡ്രേറ്റഡ് ചെയ്യുക, വാട്ടർ പോലെ ആവുക, അതായത് വാട്ടറിൻ്റെ അംശം വരിക. അതാണ് ഹൈഡ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഹൈഡ്രേറ്റഡ് ഓർ സ്ലേക്കഡ് ലൈം. ഒരു പേസ്റ്റ് ഫോമിലുള്ള ലൈമായിട്ട് മാറുന്നു. ആസ് ഏർലി ആസ് പോസിബിൾ ടു മേക്ക് ദി മെറ്റീരിയൽ സ്റ്റേബിൾ. ഇങ്ങനെ ആവുമ്പോഴാണ് എന്താവുന്നത്, ഈ മെറ്റീരിയൽ സ്റ്റേബിൾ ആവുന്നത്. അതായത് ഇങ്ങനെ കാൽസ്യം ഹൈഡ്രോക്സൈഡായിട്ട് സ്ലേക്കഡ് ലൈമായിട്ടിരിക്കുമ്പോൾ അതെന്തായിരിക്കും, ഏർലി ആസ് പോസിബിൾ ടു മേക്ക് ദി മെറ്റീരിയൽ സ്റ്റേബിൾ. അത് സ്റ്റേബിളായിട്ട് പിന്നെ തുടരുകയാണ് ചെയ്യുക. ഓക്കെ, ഇതില്ലേ ഇതൊരു ചാർട്ട് ബേസ് ആയിട്ട് അങ്ങനെ മീൻസ് ഒരു ഫൗണ്ടേഷൻ അവിടെ നിന്ന് അങ്ങനെ ഫൗണ്ടേഷൻ, പിന്നെ അതിന്റെ മേലെ പിന്നെ ഇപ്പോ നമ്മളിപ്പോ RR പിന്നെ ബെൽറ്റ് അങ്ങനെ വരുന്ന പോലുള്ള ഒരു ഓർഡർ ആയിട്ടേ അങ്ങനെ വരുമ്പോ കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? അതായത് ഇതിൽ ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതായത് 2 ടൈപ്പിൽ വരുന്നുണ്ട്. കാൽസ്യം കാർബണേറ്റ്, അതാണ് ലൈം. അത് എയറായിട്ട് റിയാക്ട് ചെയ്യണ സമയത്ത് സ്ലേക്കഡ് ലൈം ആവുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് നോട്ട്സിൻ്റെ കൂടെ സെൻഡ് ചെയ്യാം. പക്ഷേ ഫ്ലോ ചാർട്ട് ആണെങ്കിലും ഈ സംഭവം അറിഞ്ഞിരിക്കണം, അതായത് ഈ നോട്ട്സ് ഫുള്ള് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഫ്ലോ ചാർട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഫ്ലോ ചാർട്ട് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. അടുത്ത എന്താണ് ഡെഫിനിഷൻ, എന്താണ് ലൈം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ലൈം എന്താണ്, ഡെഫിനിഷൻ എന്താണ്, എ പൗഡർ ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ലൈം സ്റ്റോൺ ഈസ് കോൾഡ് ലൈം. ലൈം സ്റ്റോണിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്ത് കിട്ടുന്ന പൗഡറിൻ്റെ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈം എന്ന് പറയുക. ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ അതെന്ത് സംഭവിക്കും, പൊടിയും അല്ലേ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ചൂടുവെള്ളത്തിലിടുമ്പോൾ ഇത് അലിഞ്ഞു പോവും. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഹീറ്റ് ചെയ്യണ സമയത്ത് ഇത് പൊടിഞ്ഞു പോകാൻ തുടങ്ങും. ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുന്ന പൗഡറിൻ്റെ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈം എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ലൈമിൻ്റെ ഡെഫിനിഷൻ ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷനാണ്. ലൈമിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെയാണ് ടൈപ്സ് പറയാൻ പോകുന്നത് നമ്മൾ. ഓക്കെ, അപ്പോഴാണ് കുറച്ചും കൂടിയും ക്ലിയർ ആവുക. നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ക്ലാസ് എ എന്താ ക്ലാസ് എയിൽ വരുന്നത്, എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം. ക്ലാസ് എയിൽ വരുന്നത് ഏതാണ്, ഹൈഡ്രോളിക് ലൈം. അതായത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉള്ളത്, അതാണ് എന്ത്, ഹൈഡ്രോളിക് ലൈം. ഓക്കെ, ഇതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ട്, ഫെറക്സ് ഓക്സൈഡ്. എന്താ ഫെറസ് ഓക്സൈഡ്, എന്താ ഫെറസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫെറസ് മെറ്റൽ. എന്താ ഫെറസ് മെറ്റൽ, അയേണിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് അല്ലേ. അതുപോലെ തന്നെ ഫെറസ് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയേൺ ഓക്സൈഡ്, ആ അയേൺ ഓക്സൈഡ് ഉള്ളതാണ് എന്ത്, ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. അത് നമ്മൾ ഹൈഡ്രോളിക് ലൈം പഠിക്കും. ഓക്കെ, ക്ലാസ് എയിൽ വരുന്നതാണ് എന്ത്, ഹൈഡ്രോളിക് ലൈം. അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക്സ് സച്ച് ആസ് ആർച്ചസ്, ഡോംസ് എക്സെട്ര. സ്ട്രക്ചറൽ വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലാസ് എയിൽ വരുന്ന ഹൈഡ്രോളിക് ലൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ആർച്ചസ്, ഡോംസ് എക്സെട്ര. ആർച്ചുകൾ, അതാണ് സച്ച് ആസ് ആർച്ചസ്, ഡോംസ് എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഏതായിരിക്കും അപ്പോൾ വരിക, ക്ലാസ് ബി. ക്ലാസ് ബി അല്ലേ, കഴിഞ്ഞാ
എ കഴിഞ്ഞാൽ ബി. ക്ലാസ് ബിയിൽ എന്താ വരുന്നത്? സെമി ഹൈഡ്രോളിക് ലൈം. എന്താ? സെമി ഹൈഡ്രോളിക് ലൈം, അതായത് അത്രയ്ക്ക് അങ്ങോട്ട് ഹൈഡ്രോളിക് ആയിട്ടില്ല, അത്തരത്തിലുള്ള ലൈം. എന്താണ്? വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് മെയ്സൺട്രി. മെയ്സൺട്രി വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുക? ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യുക. ഈ മെയ്സൺട്രി വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മോട്ടാർ യൂസ് ചെയ്യില്ലേ? ഈ മോട്ടാറിലെ ബൈൻഡിങ് മെറ്റീരിയലിന് നമ്മൾ എന്തായിട്ട് കൊടുക്കും? ഹൈഡ്രോളിക് ലൈം കൊടുക്കും. അതായത് നമ്മൾ സാധാരണ മോട്ടാർ നമ്മൾ സിമെൻറ്റ് മോട്ടാറാണ് യൂസ് ചെയ്യുക അല്ലേ മെയ്സൺട്രി വർക്ക് ചെയ്യാനായിട്ട്? അതായത് സാൻഡും സിമെൻറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സർ, അതിനാണ് മോട്ടാർ എന്ന് പറയുക. ആ മോട്ടാറിൽ നമ്മൾ സിമെൻറ്റ് മോട്ടാർ എന്ന് പറയുമ്പോൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, സ്ട്രെങ്ത് കിട്ടാനായിട്ട്. അതായത് 2 ബ്രിക്ക് ഉണ്ടെങ്കിൽ ആ ബ്രിക്കിനെ ജോയിൻ ചെയ്യുന്ന മെറ്റീരിയൽ, ബൈൻഡിങ് മെറ്റീരിയൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്ത് കൊടുക്കും? ലൈം സിമെൻറ്റിന് പകരം യൂസ് ചെയ്ത് കൊടുക്കും. ഈ ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്ത് കൊടുക്കും മെയ്സൺട്രിയിൽ. മോട്ടാറിന് പകരം മോട്ടാറിൽ സിമെൻറ്റിന് പകരം ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്തിട്ടുള്ള ലൈം മോട്ടാറായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ. നമ്മൾ ഈ ഡാം, മുല്ലപ്പെരിയാർ ഡാം അല്ലേ, സുർക്ക വെച്ച് ചെയ്യുന്ന, അതായത് ഈ ലൈം സ്റ്റോൺ തന്നെയാണത് സുർക്കി എന്ന് പറയുന്നത്. ഓക്കെ. ആദ്യകാലത്ത് ഈ സിമെൻറ്റിന് പകരം മോസ്റ്റ് കോമൺലി എല്ലാതും ചെയ്യാനായിട്ട് നമ്മൾ ലൈം സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരുന്നത്. ചുണ്ണാമ്പ് കല്ലെന്ന് പറയുന്ന സാധനം, അതായത് ഈ സുർക്കി മെറ്റീരിയൽ വരുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? കൺസ്ട്രക്റ്റിംഗ് മെയ്സൺട്രി വർക്ക് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുക? ക്ലാസ് ബി ആയിട്ടുള്ള സെമി ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യുക. ഓക്കെ. അടുത്ത എന്താണ്? ക്ലാസ് സി. എന്താ ക്ലാസ് സിയിൽ വരുന്നത്? ഫാറ്റ് ലൈം. എന്താ വരുന്നത്? ഫാറ്റ് ലൈം. ഈ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് പ്യുവറാണ്, അതായത് കാൽസ്യം കാർബണേറ്റിൽ തന്നെ ഏറ്റവും പ്യുവറായിട്ടുള്ള ഫോമിൽ വരുന്ന ലൈമാണ് എന്ത്? ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. ഓക്കെ. ബാക്കിയുള്ള ലൈമിനെ അപേക്ഷിച്ച് ഹൈഡ്രോളിക് ലൈം, സ്ലേറ്റഡ് ലൈമിനൊക്കെ അപേക്ഷിച്ച് പ്യുവറായിട്ടുള്ളത്, അതായത് ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ, ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ പ്യുവറായിട്ട് വരുന്ന ഒരു ലൈമാണ് എന്ത്? ഫാറ്റ് ലൈം. ഓക്കെ. ഫാറ്റ് ലൈമൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പറയാം. ഫാറ്റ് ലൈം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് കോട്ട് ഓഫ് പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ്ങിൻ്റെ ഫിനിഷിംഗ് കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്ലാസ് സി ഫാറ്റ് ലൈമാണ് നമ്മൾ യൂസ് ചെയ്യുക. നേരത്തെ ആരോ പറഞ്ഞു പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്ന്. അതായത് പ്ലാസ്റ്ററിങ്ങിലെ ഫിനിഷിംഗ് കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ലൈമാണ് യൂസ് ചെയ്യുക? ഫാറ്റ് ലൈം. അതായത് ക്ലാസ് സിയിൽ വരുന്ന ലൈമാണ് എന്ത്? ഫാറ്റ് ലൈം. ആ ഫാറ്റ് ലൈമാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വൈറ്റ് വാഷിംഗ്, ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് വാഷിങ്ങിനൊക്കെ ആദ്യം യൂസ് ചെയ്യായിരുന്നു എന്ന്. അല്ലാതെ എന്തെങ്കിലും ചെയ്യും? യൂസ്ഡ് ഫോർ മെയ്സൺട്രി മോട്ടാർ. കണ്ടോ? മോട്ടാർ വിത്ത് അഡീഷൻ ഓഫ് പൊസലാനിക് മെറ്റീരിയൽ. എന്താ പൊസലാനോ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. പൊസലാനോ സിമെന്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ല, അതൊരു ഇതാണ്, എന്താ പറയാ, ഒരു മെറ്റീരിയലാണ് പൊസലാനോ എന്ന് പറയുന്നത്. പൊസലാനോ മെറ്റീരിയൽ, അതായത് ആ സിമെന്റിൽ പൊസലാനോ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ സിമെന്റിന് ആ പേര് വന്നത്. ഓക്കെ. അതുപോലെ തന്നെ പൊസലാനോ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്തിട്ട് മോട്ടാർ ചെയ്യുന്ന സമയത്ത് ഈ ഫാറ്റ് ലൈമും കൂടെ ആഡ് ചെയ്തിട്ട് മെയ്സൺട്രി വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് സി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയ്സൺട്രി വർക്ക് ചെയ്യാനും ഫാറ്റ് ലൈം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത എന്താണ്? ക്ലാസ് ഡി. ക്ലാസ് ഡിയിൽ എന്താ വരുന്നത്? മാഗ്നീഷ്യം ഓർ ഡോളമൈറ്റ് ലൈം ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് കോട്ട് ഇൻ പ്ലാസ്റ്ററിംഗ് ആൻഡ് വൈറ്റ് വാഷിംഗ്. എന്തൊക്കെയാ ക്ലാസ് ഡിയിൽ ഏതാ വരുന്നത്?
മാഗ്നീഷ്യം ഓർ ഡോളമൈറ്റ് ലൈം. അതായത് ഈ മഗ്നീഷ്യത്തിൻ്റെയും ഡോളമൈറ്റിൻ്റെയും പ്രസൻസ് കൂടുതലുള്ള ലൈമാണ് എന്ത്? ക്ലാസ് ഡിയിൽ വരുന്നത്. ഓക്കെ, ക്ലാസ് ഡിയിൽ ഏതാ വരുന്നത്? മഗ്നീഷ്യം അതുപോലെ തന്നെ ഡോളമൈറ്റ്. അതിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള ലൈമാണ് ക്ലാസ് ഡിയിൽ വരുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫിനിഷിംഗ് കോട്ടിൻ പ്ലാസ്റ്ററിങ് ചെയ്യാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റ് വാഷിംഗ്. ഓക്കെ, അടുത്ത നോക്കാം. ക്ലാസ് ഇയിൽ വരുന്നത് ഏതാ? ക്ലാസ് ഇ കാങ്കർ ലൈം പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് ലൈം നൂഡിൽസ്. എന്താ വരുന്നത്? നൂഡിൽസ് ഫൗണ്ട് ഇൻ സോയിൽസ് ലൈക്ക് ബ്ലാക്ക് കോട്ടൺ സോയിൽ കണ്ടെയ്ൻ സിലിക്ക. എന്താണ് വരുന്നത്? ഏത് മെറ്റീരിയലാണ്? അതായത് ബ്ലാക്ക് കോട്ടൺ സോയിൽ. എന്താ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് കറുത്ത കളറിലുള്ള ഒരു മണ്ണ് കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് കോട്ടൺ സോയിൽ. ബ്ലാക്ക് കോട്ടൺ സോയിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? ബ്ലാക്ക് കോട്ടൺ സോയിൽ കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. കരിമണല്ലേ? മണ്ണ്. മഴക്കാലത്തിൽ വരുന്ന ഒരു മണ്ണല്ലേ? കണ്ടോ? കറുത്ത കളറിൽ വരുന്നത് കണ്ടോ? ആ, ചെളിയുടെ പുറത്തെ ഇത് ശരിക്കും സോയിലാണ്. നമുക്ക് ചെളി എന്ന് പറയാൻ പറ്റില്ല, ഒരു സോയിലിന്റെ കണ്ടന്റാണ്. കണ്ടോ? ഇത് കണ്ടോ? ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. കണ്ടോ? ക്ലിയർ ആണോ? ബ്ലാക്ക് കോട്ടൺ സോയില്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാ? മെയ്സൺട്രിക്ക് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? മെയ്സൺട്രി വർക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് യൂസ് ചെയ്യുക? ക്ലാസ് ഇ കാങ്കർ ലൈം. അടുത്തത് നോക്കാം. എന്താ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കപ്പച്ചെടി എന്ന് പറയുന്ന സാധനമാണോ? കാറ്റി ചെല്ലുമ്പോ കറുത്ത ചെളി കിട്ടുന്നത് ആ സാധനമാണോ? അതായത് ഒരു സോയില് നമ്മളിങ്ങനെ ചെളി രൂപത്തില് ഈ ചതുപ്പിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ കാണാൻ പറ്റും. ചതുപ്പ് എന്ന് പറയില്ലേ? കർണാടക സൈഡിലും കൂടുതൽ കാണുന്നുണ്ട്. ആ, അതിനാണ് ഈ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയാ. ഓക്കെ, യൂസ്ഡ് ഫോർ മെയ്സൺട്രി. മെയ്സൺട്രി വർക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ഏതാണ്? ക്ലാസ് എഫ്. ലാസ്റ്റ് ആണെന്ത്? ക്ലാസ് എഫ്. എന്താണ്? സിലീഷ്യസ് ഡോളമൈറ്റ് ലൈം ഈസ് യൂസ്ഡ് ജനറലി ഫോർ അണ്ടർകോട്ട് ആൻഡ് ഫിനിഷിംഗ് കോട്ട് ഓഫ് പ്ലാസ്റ്റർ. എന്താണ്? സിലീഷ്യസ് ഡോളമൈറ്റ് ലൈമാണ് ഏതിൽ വരുന്നത്? ക്ലാസ് എഫിൽ വരുന്നത്. യൂസ് ചെയ്യുന്നത് അണ്ടർകോട്ട് ആൻഡ് ഫിനിഷിംഗ് കോട്ട് ഓഫ് പ്ലാസ്റ്റർ. ഓക്കെ, പിന്നെ ലൈമാണ് എടുത്തത് സീസണിങ്ങിൽ. ലാസ്റ്റ് ടിമ്പറിൻ്റെ സീസണിങ്ങിൽ ലാസ്റ്റത്തെ കിൻ സീസണിങ് പറഞ്ഞു. അത് കഴിഞ്ഞ് ലൈം പറഞ്ഞു. ലൈമിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ. എത്ര ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്? എഫ് വരെ. എഫ് വരെയാണ് പറഞ്ഞത്.